ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ട് ഒരു അടിപൊളി സേമിയ പിങ്ക് പായസമാണ് ഉണ്ടാക്കുന്നത്. ഓണത്തിന് സദ്യയിലൊക്കെ എപ്പോഴും ഇത് ഉണ്ടാവുന്നതാണ്. പിങ്ക് പാലട, സേമിയ പായസം എല്ലാതും ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ ഉണ്ടാക്കാമല്ലോ. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കുന്നത് പിങ്ക് സേമിയ പായസമാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. എല്ലാവരും ഒന്ന് ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യണം. പുതിയ കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് സേമിയ എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 50 ഗ്രാം സേമിയ എടുത്തിട്ടുണ്ട്. അതൊന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിട്ടെടുക്കാം. വറുത്ത് വെച്ച സേമിയാണ് വാങ്ങിയതെങ്കിൽ വറുക്കേണ്ട പണിയില്ല. ഇത് പക്ഷേ വറുക്കാത്തതായതുകൊണ്ട് ഒന്ന് വറുക്കേണ്ട ഒരു പണിയുണ്ട്. അപ്പോൾ നമ്മളിതെല്ലാതും ഒന്ന് പൊട്ടിച്ചിട്ടെടുക്കാം. എല്ലാതും ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നെയ്യിലാണൊന്ന് വറുത്തെടുക്കുന്നത്. ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് വേണ്ട അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ആദ്യം അത് വറുത്തെടുക്കാം. നെയ്യ് നന്നായി ചൂടായിട്ടുണ്ട്. അപ്പോൾ അണ്ടിപ്പരിപ്പ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വാടിയതിന് ശേഷം നമുക്ക് ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കോരിയെടുക്കാം. ഇത് കോരിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ പൊട്ടിച്ച് വെച്ച സേമിയ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കാം. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറി വരണം. അതുവരെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ സേമിയ എടുത്ത് മാറ്റാം. അങ്ങനെ സേമിയ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഈ പാനിലേക്ക് തന്നെ നമ്മൾ ഒരു 1.5 കപ്പ് പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളവും കൂടി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പായസം ഒരുപാട് കുറുകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരല്പം വെള്ളം ഒഴിച്ചത്. ഇനി ഈ പാലൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. നമുക്കൊന്ന് തുടരെ ഒന്ന് ഇളക്കി കൊടുക്കാം, കൈവിടാതെ. പാട കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത്. അങ്ങനെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ പാലൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സേമിയ ഇട്ട് കൊടുക്കാം. നല്ലപോലെ കട്ട കെട്ടാതെ ഇളക്കി കൊടുക്കാം. കുറച്ച് സമയം ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പായസം നന്നായിട്ട് തന്നെ തിളച്ച് വരുന്നുണ്ട്. നന്നായിട്ട് തന്നെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരല്പം പഞ്ചസാര കാരമൽ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാന് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പാന് നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് തന്നെ അലിഞ്ഞു വരും. അപ്പോൾ സൈഡിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട്. ഇത് ഫുള്ളായിട്ട് തന്നെ നമുക്കിത് അലിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കാരമൽ നമ്മൾ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ പായസത്തിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ നല്ലതുപോലെ മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പായസം ഇതിലേക്ക് പഞ്ചസാര നമുക്ക് ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഒരു 3 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നല്ലതുപോലെ മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂണ് ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കാം. അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് പൊരിച്ച് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരിയില്ലേ, അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനിയും ഒന്നും കൂടി ഇളക്കി കൊടുക്കാം, പാട കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള പിങ്ക് സേമിയ പായസം റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകും വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ. താങ്ക്